സൈനിക അട്ടിമറിക്ക് പാകിസ്ഥാനിൽ കളമൊരുങ്ങുകയാണോ? പാകിസ്ഥാന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാന്റെ ഭരണം പിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഷഹബാസ് ഷെരീഫ് സർക്കാരാണ് നിലവിൽ രാജ്യം ഭരിക്കുന്നതെങ്കിലും പാകിസ്ഥാനിലെ അധികാര കേന്ദ്രമായി അസിം മുനീർ മാറിക്കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പട്ടാള അട്ടിമറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഇന്ത്യയുടെ അയൽപ്പക്കത്ത് വീണ്ടും ഒരു സൈനിക അട്ടിമറിയുടെ സാധ്യതകളാണ് പ്രവചിക്കപ്പെടുന്നത്. അയൽപ്പക്കം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസിം മുനീർ അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണമേറ്റെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിയേക്കുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായുള്ള അസിം മുനീറിന്റെ പ്രവർത്തനങ്ങളാണ്. പാകിസ്ഥാന്റെ ഭരണ സംവിധാനം ഫലത്തിൽ തകർന്നിരിക്കുന്നു എന്നും രാജ്യത്തിന് പതിവ് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നും അസിം മുനീറിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒരാളായ ആഭ്യന്തരമന്ത്രി മോസിൻ നഖ്വി പറഞ്ഞിരുന്നു. ഇതാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത്. നഖ്വി സൈനിക ഭരണത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും മുനീറുമായുള്ള അടുത്ത ബന്ധമാണ് സൈനിക അട്ടിമറിക്കുള്ള സൂചനയാണോ എന്ന തരത്തിൽ ചർച്ചകൾക്ക് കാരണമായത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആഭ്യന്തര സുരക്ഷ, ആണവ കമാൻഡ്, സായുധ സേന, പ്രധാന ഭരണപരമായ തീരുമാനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി നിർണായക മേഖലകളിൽ അസിം മുനീർ തന്റെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്ത് നിലവിലെ സർക്കാരിനെ ദുർബലമായ ഒരു സംവിധാനമായി ചിത്രീകരിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലം പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ പ്രധാന തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്ത് നിന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തിനേറെ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച പോലും അസിം മുനീർ നടത്തിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിന്റെ സൈനിക മേധാവിയുമായി ചർച്ചകൾ നടത്തിയത്. കുറച്ചു നാളുകളായി പാകിസ്ഥാൻ കടന്നുപോകുന്ന പ്രതിസന്ധികൾ മുതലെടുത്താണ് അസിം മുനീർ തന്റെ അധികാരം വ്യാപിപ്പിച്ചത്. സാമ്പത്തിക അസ്ഥിരത, ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൺ മേഖലയിലെയും കലാപങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയെല്ലാം ഷഹബാസ് ഷെരീഫ് സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. ഈ അവസരങ്ങളാണ് അസിം മുനീർ ഉപയോഗിച്ചത്. സൈനിക അട്ടിമറിയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിവിധ ഘട്ടങ്ങൾ കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സൈനിക അട്ടിമറി 2 തരത്തിലുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒന്ന്, സൈന്യം നേരിട്ട് സിവിലിയൻ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനായി സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതാണ്. അതിനെ ഹാർഡ് കൂപ്പ് എന്നാണ് വിളിക്കുന്നത്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പലതവണ ഇത്തരത്തിലുള്ള അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. 1958 അയൂബ് ഖാൻ, 1969 യഹ്യ ഖാൻ, 1977 സിയാ ഉൽ ഹഖ്, 1999 പർവേസ് മുഷറഫ് എന്നിങ്ങനെ വിവിധ സൈനിക മേധാവിമാരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. ഇനി മറ്റൊരു മോഡലുണ്ട്. അതിനെ സോഫ്റ്റ് കൂപ്പ് അഥവാ ഹൈബ്രിഡ് ഭരണം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ സിവിലിയൻ സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പുകൾ നടക്കും. പാർലമെന്റ് പ്രവർത്തനക്ഷമമായിരിക്കും. അധികാരത്തിലുണ്ടാവുക ജനങ്ങളാൽ തെരഞ്ഞെടുത്ത നേതാവുമായിരിക്കും. പക്ഷേ രാജ്യത്തിന്റെ പ്രധാന തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നതിൽ അവസാന വാക്ക് സൈനിക നേതൃത്വത്തിൻ്റെതാകും. നിലവിലെ പാകിസ്ഥാന്റെ ഭരണക്രമം ഏതാണ്ട് അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ചോദ്യം ഒരു സമ്പൂർണ്ണ സൈനിക അട്ടിമറി ഉണ്ടാകുമോ എന്നതാണ്. നടക്കുമെന്ന് പറയാൻ സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിന്റെ ചില സൂചനകളുണ്ട് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.